പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യോഹന്നാൻ്റെ സുവിശേഷ പഠനത്തിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങളെ ഈശോയുടെ നാമത്തിൽ സ്വാഗതം ചെയ്യാൻ ഞാൻ ഒരുപാട് സന്തോഷത്തോടെ നിങ്ങളെ ഈ ശുശ്രൂഷയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാൻ കർത്താവിൽ ആശ്രയിക്കുന്നു. കർത്താവ് തന്ന വലിയൊരു കൃപയാണ് ഈ വചന പഠന ശുശ്രൂഷ എന്ന് ഞാൻ തിരിച്ചറിയുന്നു. അത് നിങ്ങളോടൊപ്പം നിർവഹിക്കുന്നതിന് കർത്താവ് എന്നെ അനുവദിക്കുന്നതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യുന്നു. നിങ്ങളെ ഓരോരുത്തരെയും മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഈ വചന പഠന ശുശ്രൂഷയിൽ നിങ്ങൾ കാണിക്കുന്ന അത്ഭുതകരമായ താല്പര്യത്തെയും ശ്രദ്ധയും ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യുന്നു. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗമാണ്. 11-ാം അധ്യായം 45 മുതൽ 53 വരെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചർച്ച ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ 11:45 മുതൽ വീണ്ടും 12-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യം വരെ ഒറ്റ യൂണിറ്റായി കണ്ട് അതിനെ ഒന്ന് വിശദീകരിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതായത് നമ്മൾ ആദ്യത്തെ 11 അധ്യായങ്ങളിൽ, യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ ആദ്യത്തെ 11 അധ്യായങ്ങളിൽ നമ്മൾ കാണാൻ ശ്രമിച്ചത് അത് അടയാളങ്ങളുടെ പുസ്തകമാണ്. അടയാളങ്ങളിലൂടെ യേശു ആരാണെന്ന് യോഹന്നാൻ നമ്മെ പരിചയപ്പെടുത്തുന്നു. യേശു ദൈവമാണെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നു. ഇനി നമ്മൾ ചെയ്യുന്നത് 12-ാം അധ്യായം മുതൽ യോഹന്നാൻ നമ്മളെ പഠിപ്പിക്കുന്നത് മഹത്വത്തിൻ്റെ പുസ്തകമാണ്. മഹത്വത്തെക്കുറിച്ചാണ്. നമുക്ക് ഈ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ വചന പഠനത്തിൽ നമ്മൾ ഈ 2-ാം പുസ്തകത്തിലേക്ക് 12-ാം അധ്യായം മുതലുള്ള ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിക്കുന്നത് മുതൽ മുന്നോട്ടുള്ള കാര്യങ്ങൾ ഈശോയുടെ പീഡാനുഭവം, കുരിശുമരണം, ഉത്ഥാനം ഇവയുമായി ബന്ധപ്പെട്ടവയാണ്. അതുകൊണ്ട് തന്നെ നമുക്കതിലേക്ക് കടക്കുന്നതിനുള്ള ഒരു ആമുഖമാണ് ഈ 11-ാം അധ്യായം 45 മുതൽ 12-ാം അധ്യായം 19 വരെയുള്ള ഭാഗങ്ങൾ. ഞാൻ ഒരിക്കൽ കൂടി പറയാം. ഈ മഹത്വത്തിൻ്റെ പുസ്തകത്തിലേക്ക്, അതായത് ഈശോയുടെ പീഡാനുഭവം, മരണം, ഉത്ഥാനം, ഈശോയുടെ മരണം, കബറടക്കം, ഉത്ഥാനം, ഈ കാര്യങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള ആമുഖമാണ് ഇവിടെ യോഹന്നാൻ ഈ 11-ാം അധ്യായം 45 മുതൽ 12-ാം അധ്യായത്തിൻ്റെ 19 വരെയുള്ള വാക്യങ്ങളിൽ വിശദീകരിക്കുന്നത്. ഞാനത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന വിധത്തിൽ പറഞ്ഞു തരാനായി ശ്രമിക്കാം. ആരോ ഒരാൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, സുവിശേഷത്തിൻ്റെ യാത്രയെ ഒരു എക്സ്പ്രസ് ട്രെയിനിനോട് ഉപമിക്കാം. വളരെ വേഗത്തിൽ ഓടി വന്ന ഒരു ട്രെയിൻ പതുക്കെ പതുക്കെ സാവധാനത്തിലാവുകയും അത് കാൽവരിയിലെ കുരിശ് എന്ന ആ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുകയും ചെയ്യുന്നു. കുരിശ് ഈ ട്രെയിനിൻ്റെ ഒരു സ്റ്റോപ്പാണ്. അപ്പോൾ ഈ കാൽവരിയിലെ കുരിശെന്ന ആ ജംഗ്ഷനിലേക്ക് എത്തുന്നതിന് മുമ്പ് ഈ ട്രെയിൻ സാവധാനത്തിലാവുന്നുണ്ട്. സുവിശേഷങ്ങളുടെ ആരംഭത്തിൽ നമ്മൾ കണ്ട ഒരു വേഗത പിന്നീട് സുവിശേഷങ്ങളുടെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ സുവിശേഷകന്മാർക്കില്ല. വർഷങ്ങളുടെ ജീവചരിത്രം 1-2 വാക്യങ്ങളിൽ സംഗ്രഹിച്ച സുവിശേഷകന്മാർ പിന്നീട് വരുമ്പോൾ അത് മാസങ്ങളുടെ, ആഴ്ചകളുടെ, ഇനി ഈശോയുടെ മരണത്തോടടുക്കുന്ന സമയമ്പോൾ മണിക്കൂറുകൾ, മിനിറ്റുകൾ, നിമിഷങ്ങൾ, അതിലേക്ക് അവരുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കപ്പെടുന്നതായി നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ വളരെ വേഗത്തിലോടി വന്ന ഈ ട്രെയിൻ കാൽവരിയിലെ കുരിശാകുന്ന റെയിൽവേ സ്റ്റോപ്പിലേക്ക് നിൽക്കുന്നതിന് മുമ്പ് ഈ പരിശുദ്ധാത്മാവാകുന്ന സുവിശേഷത്തിൻ്റെ എഴുത്തുകാരൻ, അല്ലെങ്കിൽ ഈ ട്രെയിനിൻ്റെ ഡ്രൈവർ, ബ്രേക്കിലേക്ക് കാലമർത്തുന്നത്, ബ്രേക്ക് പെഡൽ അമർത്തുന്നത് ഒരു പ്രത്യേക പോയിന്റിലാണ്. ആ പോയിന്റാണ് ലാസറിൻ്റെ മരണം. ലാസറിൻ്റെ മരണം യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഒരു ക്രിട്ടിക്കൽ പോയിന്റാണ്. അവിടെ മുതലാണ് യേശുവിൻ്റെ മരണത്തിലേക്കും പീഡാനുഭവത്തിലേക്കും കബറടക്കത്തിലേക്കും ഉത്ഥാനത്തിലേക്കുമുള്ള യാത്രയെ ആ വഴി തിരിച്ചുവിടുന്ന രംഗം അതാണ്. ഈ ലാസറിനെക്കുറിച്ചുള്ള പ്രതിപാദനം നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന 3 സംഭവങ്ങളിൽ കാണാൻ കഴിയും. നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന 3 സംഭവങ്ങൾ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് 11-ാം അധ്യായത്തിൻ്റെ 45 മുതൽ 12-ാം അധ്യായത്തിൻ്റെ 19 വരെയുള്ള ഭാഗങ്ങളിൽ നമ്മൾ കാണാൻ പോകുന്നത് 3 സംഭവങ്ങളാണ്.
എന്തൊക്കെയാണ് ഈ 3 സംഭവങ്ങൾ? ഒന്നാമത്തേത്, പ്രധാന പുരോഹിതനായ കയ്യാപ്പ ഒരു പ്രവചനം പോലെ പറയുന്നു, അനേകം ജനം നശിക്കാതിരിക്കാൻ വേണ്ടി ഒരുവൻ കൊല്ലപ്പെടുന്നത് ഉചിതമാണ്. രണ്ടാമത്തെ സംഭവം, ബഥാനിയായിൽ മാർത്തയുടെയും മറിയത്തിൻ്റെയും വീട്ടിൽ തൈലാഭിഷേകം ചെയ്യപ്പെടുന്നു, ഈശോ അനോയിൻ്റ് ചെയ്യപ്പെടുന്ന സംഭവം. മൂന്നാമത്തേത്, ജെറുസലേമിലേക്ക് ഈശോ രാജകീയ പ്രവേശനം നടത്തുന്നു. ഈ 3 സംഭവങ്ങളെ ഒരു യൂണിറ്റായി നമ്മൾ കാണുന്നതിനുള്ള കാരണം എന്ന് പറയുന്നത്, ഈ 3 സംഭവങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ത്രെഡാണ് ലാസർ. ഞാൻ ആ ത്രെഡ് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു തരാം. ഇതിൻ്റെ ആദ്യ ഭാഗം 11-ാം അധ്യായത്തിൻ്റെ 45 മുതൽ. ഇത് ലാസറിനെ യേശു ഉയർപ്പിച്ചതിന് ശേഷമുള്ള ഭാഗമാണ്. മറിയത്തിൻ്റെ അടുക്കൽ വന്നിരുന്ന യഹൂദരിൽ വളരെ പേർ അവൻ പ്രവർത്തിച്ചത് കണ്ട് അവനിൽ വിശ്വസിച്ചു. അതായത് ലാസറിനെ ഉയർപ്പിച്ചത്, ആ സംഭവം കണ്ടതിന് ശേഷം വളരെ പേർ യേശുവിനെ വിശ്വസിച്ചു. അവിടെ ലാസറിനെ കുറിച്ചുള്ള പരാമർശമുണ്ട്. ഇനി രണ്ടാമത്തെ സംഭവം 12-ാം അധ്യായത്തിൻ്റെ ആരംഭ വാക്യങ്ങളിൽ കാണുന്നത്, മരിച്ചവരിൽ നിന്ന് താൻ ഉയർപ്പിച്ച ലാസർ താമസിച്ചിരുന്ന ബഥാനിയ. ലാസറിനെ കുറിച്ചുള്ള രണ്ടാമത്തെ പരാമർശം രണ്ടാമത്തെ സംഭവത്തിൽ. ഇനി മൂന്നാമത്തേത്, ഈശോ ജെറുസലേമിലേക്ക് രാജകീയ പ്രവേശനം നടത്തുന്ന സന്ദർഭത്തിലും നമ്മൾ കാണുന്നത് 17-ാമത്തെ വാക്യത്തിൽ, ലാസറിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച അവസരത്തിൽ അവനോടൊപ്പം ഉണ്ടായിരുന്ന ജനക്കൂട്ടം അവന് സാക്ഷ്യം നൽകി. മൂന്നാമത്തെ റെഫറൻസ് ഈ ലാസറിൻ്റെ പ്രസൻസാണ്, ലാസറിനെ കുറിച്ചുള്ള സൂചനയാണ്. ഈ 3 സംഭവങ്ങളെ നമ്മൾ ഒരു സംഭവമായി വ്യാഖ്യാനിക്കുന്നതിൻ്റെ കാരണം. അതാണ് ഞാൻ ഈ സംഭവങ്ങളെ, ഈ വാക്യങ്ങളെ, അതായത് 11:45 മുതൽ 12:19 വരെയുള്ള വാക്യങ്ങളെ ഒരു യൂണിറ്റായി കാണണമെന്ന് ആവശ്യപ്പെട്ടതിൻ്റെ കാരണം. ഈ 3 സംഭവങ്ങളെയും കോർത്തിണക്കുന്ന കണ്ണിയാണ് ലാസറിൻ്റെ മരണവും ലാസറിൻ്റെ ഉയർപ്പും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അടുത്ത ചോദ്യം, ഈ 3 സംഭവങ്ങളിൽ യേശു വിവരിക്കുന്നത് എന്തിനെക്കുറിച്ചാണ്? അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് പറഞ്ഞു തരുന്നത് എന്തിനെക്കുറിച്ചാണ്? ഒന്നാമത്തെ സംഭവത്തിൽ പ്രധാന പുരോഹിതനായ കയ്യാപ്പ പ്രവചിക്കുന്നത് യേശുവിൻ്റെ മരണത്തെക്കുറിച്ചാണ്. ഇത് നിങ്ങൾ നോട്ട് ചെയ്യണം. പ്രധാന പുരോഹിതനായ കയ്യാപ്പ പ്രവചിക്കുന്നത് യേശുവിൻ്റെ മരണത്തെക്കുറിച്ചാണ്. അപ്പോൾ ആദ്യത്തേത് യേശുവിൻ്റെ മരണം. രണ്ടാമത്തെ സംഭവത്തിൽ 12-ാം അധ്യായത്തിലെ തൈലാഭിഷേകത്തിൽ ഈശോ പറയുന്നുണ്ട്, മറിയത്തെ നിങ്ങൾ കുറ്റപ്പെടുത്തണ്ട, കാരണം അവൾ ഈ തൈലാഭിഷേകം നടത്തുന്നത് എൻ്റെ ശവസംസ്കാരത്തിനായിട്ടാണ്. രണ്ടാമത്തെ വാക്ക് നിങ്ങൾ നോട്ട് ചെയ്യണം, ശവസംസ്കാരം അഥവാ ബറിയൽ. പ്രധാന പുരോഹിതൻ പ്രവചിച്ചത് യേശുവിൻ്റെ മരണം. തൈലാഭിഷേകത്തിലൂടെ മറിയം പ്രവചിക്കുന്നത് യേശുവിൻ്റെ ശവസംസ്കാരം, ബറിയൽ. ഇനി മൂന്നാമത്, ഈശോയുടെ രാജകീയ പ്രവേശനം. ആ രാജകീയ പ്രവേശനത്തെക്കുറിച്ച് യോഹന്നാൻ പറയുമ്പോൾ 16-ാമത്തെ വാക്യത്തിൽ അദ്ദേഹം പറയും, ശിഷ്യന്മാർക്ക് ആദ്യം ഇത് മനസ്സിലായില്ല. യേശു മഹത്വം പ്രാപിച്ചപ്പോൾ അവനെക്കുറിച്ച് ഇവയെല്ലാം എഴുതപ്പെട്ടിരുന്നുവെന്നും അവന് വേണ്ടി ഇവയെല്ലാം ചെയ്തുവെന്നും അവർ അനുസ്മരിച്ചു. അതായത് മഹത്വം പ്രാപിക്കുക, യേശുവിൻ്റെ ഉത്ഥാനം എന്ന് പറഞ്ഞാൽ, കുറെ കൂടി വ്യക്തമായി പറഞ്ഞാൽ 11-ാം അധ്യായം 45 മുതൽ 12-ാം അധ്യായം 19 വരെ യോഹന്നാൻ ഈ 3 സംഭവങ്ങളിലൂടെ വായനക്കാരായി നമ്മെ ഒരുക്കുകയാണ്. എന്തിനായി? യേശുവിൻ്റെ ജീവിതത്തിലെ ഏറ്റവും മർമ്മപ്രധാനമായ രക്ഷാകര സംഭവങ്ങൾ എന്ന് നാം പേരിട്ട് വിളിക്കുന്ന യേശുവിൻ്റെ മരണം, യേശുവിൻ്റെ ശവസംസ്കാരം, യേശുവിൻ്റെ ഉത്ഥാനം. ഇതിനെയാണ് നമ്മൾ സാൽവിഫിക് ഈവൻസ് എന്ന് വിളിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ രക്ഷാകര സംഭവങ്ങൾ എന്ന് വിളിക്കുന്നത്. അതായത് ബൈബിളിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ പ്രമേയമാണിത്. നമ്മൾ സുവിശേഷം മുഴുവൻ വായിക്കുമ്പോൾ ഈ സുവിശേഷ വായനയിലൂടെ നമ്മളെ സുവിശേഷകന്മാർ കൊണ്ടുചെന്നെത്തിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ മർമ്മപ്രധാന സംഭവങ്ങളിലേക്കാണ്. അതായത് ക്രിസ്ത്യാനിറ്റിയുടെ മുഴുവൻ കണ്ടൻറ്റും അതിൻ്റെ മുഴുവൻ ആശയവും ഉൾപ്പെട്ടിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ പീഡാനുഭവം, മരണം, ശവസംസ്കാരം, ഉയർത്തെഴുന്നേൽപ്പ്, ഈ സംഭവങ്ങളിലാണ്. അപ്പോൾ
ഈ രക്ഷാകര സംഭവങ്ങളുടെ ഫൗണ്ടേഷണൽ ട്രൂത്ത്സ് ആയ, അടിസ്ഥാന മർമ്മങ്ങളായ ഈ സത്യങ്ങളിലേക്കുള്ള ചൂണ്ടുപലകയാണ്. ഇനി നടക്കാൻ പോകുന്നത് യേശുവിൻ്റെ മരണവും യേശുവിൻ്റെ ശവസംസ്കാരവും യേശുവിൻ്റെ അടക്കവും യേശുവിൻ്റെ ഉത്ഥാനവുമാണെന്ന് യോഹന്നാൻ വായനക്കാരായി നമ്മെ ഒരുക്കുന്നതാണ് ഈ 3 സംഭവങ്ങളിലൂടെ നാം വായിക്കുന്നത്. അതാണ് ഇതിനെ സംബന്ധിച്ച് പൊതുവായി പറയാനുള്ള കാര്യം. ആദ്യത്തേത്, യേശുവിൻ്റെ മരണം പ്രവചിച്ചത് ആരാണ്? കയ്യാപ്പ. കയ്യാപ്പ പ്രധാന പുരോഹിതനായിരുന്നു. ഈ പ്രധാന പുരോഹിതൻ്റെ അധരങ്ങളിലൂടെ ദൈവം സംസാരിക്കുകയാണ്. കാരണം ആ സംവിധാനം ദുഷിച്ചു പോയിരുന്നെങ്കിലും കാലാന്തരത്തിൽ പ്രധാന പൗരോഹിത്യ സ്ഥാനം ദൈവത്തിൻ്റെ ആദ്യഹിതത്തിൽ നിന്ന് വ്യതിചലിച്ച് അധമ മാർഗങ്ങളിലൂടെയും ദുഷിച്ച സമ്പർക്കങ്ങളിലൂടെയും അതിൻ്റെ യഥാർത്ഥ ദൈവിക ഉദ്ദേശത്തിൻ്റെ പദ്ധതിയിൽ നിന്ന് വഴിവിട്ട് മാറിപ്പോയിരുന്നെങ്കിലും നസറായനായ യേശു കൊല്ലപ്പെടുമെന്ന വാർത്ത ഈ പ്രധാന പുരോഹിതനിലൂടെ ദൈവം തന്നെ പ്രവചിക്കുകയാണ്. ബാലാമിൻ്റെ കഴുതയിലൂടെ പ്രവചിച്ച ദൈവത്തിന് ഈ ദുഷിച്ച സംവിധാനത്തിലൂടെയും പ്രവചിക്കാൻ കഴിയും. പ്രവചിക്കുകയാണ്, അനേകർക്ക് വേണ്ടി ക്രിസ്തു കൊല്ലപ്പെടും. അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ മരണം ഒരു ജുഡീഷ്യൽ മേർഡർ അല്ല. ഒരു ഗവൺമെൻറ് ഒരു കുറ്റവാളിയെ വിചാരണ ചെയ്ത് വധശിക്ഷയ്ക്ക് വിധിച്ച് ഒരു ക്രിമിനലിനെ വധിച്ച, ആ കുറ്റവാളിയെ വധിച്ച ഒരു ക്രിമിനൽ വധശിക്ഷ നടപ്പാക്കിയതല്ല യേശുവിൻ്റെ കുരിശുമരണം. മറിച്ച് ക്രിസ്തുവിൻ്റെ കുരിശുമരണം മാനവരാശി മുഴുവനും വേണ്ടി, അനേകം മനുഷ്യർ കൊല്ലപ്പെടാതിരിക്കാൻ വേണ്ടി ദൈവം ഒരുക്കിയ രക്ഷാപദ്ധതിയുടെ ഭാഗമാണ് എന്ന് യേശുവിൻ്റെ മരണത്തെക്കുറിച്ച് പ്രവചിക്കുകയാണ്. ഈ ഭാഗം നമ്മൾ വിവരിച്ചിരുന്നു. അതുകൊണ്ട് ഞാൻ അതിലേക്ക് കൂടുതൽ വിശദീകരണങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്കതിൻ്റെ അവസാന വാക്യങ്ങൾ വായിച്ച് 12-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്തേക്ക് പോകേണ്ടതുണ്ട്. വളരെ വിശദമായി ചർച്ച ചെയ്യേണ്ട ഒരു ഭാഗമാണ്, അല്ലെങ്കിൽ ഭാഗങ്ങളാണ് ഇനി തുടർന്ന് വരുന്നത്. അപ്പോൾ നമുക്കിവിടെ അവസാന വാക്യങ്ങൾ ഞാൻ വായിക്കാം. യോഹന്നാൻ 11-ാം അധ്യായം 54 മുതൽ. അതുകൊണ്ട് യേശു പിന്നീട് ഒരിക്കലും യഹൂദരുടെ ഇടയിൽ പരസ്യമായി സഞ്ചരിച്ചില്ല. ലാസറിൻ്റെ മരണത്തിന് ശേഷം, ലാസറിൻ്റെ ഉത്ഥാനത്തിന് ശേഷം പിന്നീട് ഒരിക്കലും യേശു. എന്തുകൊണ്ടാണ് കാരണം? വാക്യം 53 കാരണം. അന്ന് മുതൽ അവനെ വധിക്കാൻ അവർ ആലോചിച്ചുകൊണ്ടിരുന്നു. അതായത് ഇനി ഏത് സമയത്തും യേശു കൊല്ലപ്പെടാം. അതുകൊണ്ട് ആ കൊല്ലപ്പെടാനുള്ള സാധ്യത കൺമുമ്പിൽ ഒരു യാഥാർത്ഥ്യമായി നിൽക്കുന്ന സമയത്ത് യേശു പിന്നീട് ഒരിക്കലും പരസ്യമായി സഞ്ചരിക്കുന്നില്ല. അവൻ പോയി മരുഭൂമിക്കടുത്തുള്ള എഫ്രായിം പട്ടണത്തിൽ ശിഷ്യന്മാരോടുകൂടെ താമസിച്ചു. യഹൂദരുടെ പെസഹ തിരുനാൾ അടുത്തിരുന്നു. ഗ്രാമങ്ങളിൽ നിന്ന് വളരെ പേർ തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുന്നതിനായി പെസഹായ്ക്ക് മുമ്പേ ജെറുസലേമിലേക്ക് പോയി. അവർ യേശുവിനെ അന്വേഷിച്ചുകൊണ്ട് ദേവാലയത്തിൽ വെച്ച് പരസ്പരം ചോദിച്ചു, നിങ്ങൾ എന്ത് വിചാരിക്കുന്നു? അവൻ തിരുനാളിന് വരികയില്ലെന്നോ? അവൻ എവിടെയാണെന്ന് ആർക്കെങ്കിലും വിവരം ലഭിച്ചാൽ അവനെ ബന്ധിക്കേണ്ടതിന് തങ്ങളെ അറിയിക്കണമെന്ന് പുരോഹിത പ്രമുഖന്മാരും പരിസേയരും കൽപ്പന കൊടുത്തിരുന്നു. അപ്പോൾ യേശുവിനെ എവിടെ കണ്ടാലും അറിയിക്കണം, അവനെ ബന്ധിക്കാനായി അറിയിക്കണം, സൂചനകൾ നൽകണമെന്ന് ഈ മതത്തിൻ്റെ അധികാരികൾ കൽപ്പന കൊടുത്തിരുന്നത് കൊണ്ട് ആളുകൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് യേശുവിനെ. അപ്പോൾ യേശു പരസ്യമായിട്ട് സഞ്ചരിക്കുന്നില്ല, രഹസ്യമായി താമസിക്കുകയാണ്. ഇനി ലാസർ, മർത്ത, മറിയം തുടങ്ങിയ യേശുവിൻ്റെ സ്നേഹിതർ താമസിച്ചിരുന്ന ബഥാനിയയിലേക്ക് 12-ാം അധ്യായത്തിൻ്റെ ആരംഭവാക്യങ്ങൾ. പെസഹായ്ക്ക് 6 ദിവസം മുമ്പ് യേശു വന്നു. അതായത് ഇനി പെസഹായ്ക്ക് 6 ദിവസങ്ങൾ കൂടിയേ ഉള്ളൂ. ഈശോ തൻ്റെ മരണത്തിന് തിരഞ്ഞെടുക്കുന്നത് പെസഹ തിരുനാളാണ്. അതെന്തുകൊണ്ടാണ് എന്നതിന് വിവിധ സൂചനകൾ നമുക്ക് കാണാൻ കഴിയും. ഏറ്റവും പ്രധാനപ്പെട്ട സൂചന, കർത്താവ് ഈശോ മിശിഹ പഴയ നിയമത്തിൽ ആവർത്തിക്കപ്പെട്ട, പഴയ നിയമത്തിൽ അരങ്ങേറിയ ഈ പെസഹ എന്ന സംഭവത്തിൻ്റെ യഥാർത്ഥമായ വ്യാഖ്യാനം തൻ്റെ മരണത്തിലൂടെ നൽകാൻ ആഗ്രഹിക്കുകയാണ്. അതായത് പെസഹായുടെ പശ്ചാത്തലം നമുക്കറിയാം. പെസഹ ആദ്യജാതന്മാർ, ഈജിപ്തിലെ ആദ്യജാതന്മാർ കൊല്ലപ്പെട്ട രാത്രിയിൽ ഇസ്രായേലിലെ ആദ്യജാതന്മാർ കൊല്ലപ്പെടാതിരിക്കാൻ വേണ്ടി ദൈവമൊരുക്കിയ മുൻകരുതലായിരുന്നു പെസഹ കുഞ്ഞാട്. അപ്പോൾ പെസഹ കുഞ്ഞാടിനെ കൊന്ന് മാംസം ഭക്ഷിച്ച് ആ കുഞ്ഞാടിൻ്റെ രക്തം കട്ടിളപ്പടിയിൽ തളിക്കുമ്പോൾ സംഹാരദൂതൻ കടന്നുപോകും, മരണദൂതൻ കടന്നുപോകും. അവരെ സ്പർശിക്കുകയില്ല, അവരുടെ ആദിജാതന്മാരെ സ്പർശിക്കുകയില്ല. അപ്പോൾ കുഞ്ഞാടും കുഞ്ഞാടിൻ്റെ രക്തവും പ്രതിനിധാനം ചെയ്തത്, സൂചിപ്പിച്ചത്
തങ്ങളുടെ മക്കൾ കൊല്ലപ്പെടാതിരിക്കാനുള്ള ഒരു മുൻകരുതലായിട്ടായിരുന്നു. അല്ലെങ്കിൽ കുഞ്ഞാടിൻ്റെ രക്തം ഒരു പ്രൊട്ടക്ഷനായിരുന്നു, തങ്ങളുടെ ആദ്യജാതന്മാർ കൊല്ലപ്പെടാതിരിക്കാനുള്ള സംരക്ഷണം. അപ്പോൾ ഇവിടെ ഈശോ അതിനെ പൂർത്തീകരിക്കുകയാണ്. യോഹന്നാൻ പ്രവചിച്ചു, സ്നാപക യോഹന്നാൻ, ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ആ ദൈവത്തിൻ്റെ കുഞ്ഞാട് യേശുവാണ്. ആ യേശു പെസഹ തിരുനാളിൽ ലക്ഷക്കണക്കിന് ആടുകൾ കൊല്ലപ്പെട്ടിരുന്ന അതേ ദിവസം ഈശോ കാൽവരി മലയിൽ കൊല്ലപ്പെടുകയാണ്. ആ കൊല്ലപ്പെടുന്നതിലൂടെ ഈശോ ലോകം മുഴുവൻ്റെയും പാപത്തിന് പരിഹാരമായി, ലോകത്തെ മുഴുവൻ മനുഷ്യരും കൊല്ലപ്പെടാതിരിക്കാനായി, ആദ്യജാതന്മാർ കൊല്ലപ്പെടാതിരിക്കാനായി കൊല്ലപ്പെട്ട കുഞ്ഞാടിനെ പോലെ ലോകത്തുള്ള എല്ലാ ദൈവത്തിൻ്റെ മക്കളും കൊല്ലപ്പെടാതിരിക്കാൻ, അവർക്ക് നിത്യശിക്ഷാവിധി ഉണ്ടാകാതിരിക്കാൻ യേശു പെസഹ കുഞ്ഞാടിന് പകരം ആ പെസഹ കുഞ്ഞാടായി മാറി കൊല്ലപ്പെടുകയാണ്. അതാണ് പെസഹ തിരുനാൾ ക്രിസ്തു തൻ്റെ മരണത്തിന് തിരഞ്ഞെടുത്തതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ഈശോയാണ് പഴയ നിയമത്തിൽ സൂചിപ്പിക്കപ്പെട്ട ആ പെസഹ കുഞ്ഞാട്. ആദ്യജാതന്മാർ കൊല്ലപ്പെടാതിരിക്കാനായി കൊല്ലപ്പെട്ട ആ കുഞ്ഞാട് ക്രിസ്തുവാണ്. ആ കുഞ്ഞാടിൻ്റെ രക്തമാണ് കട്ടിളപ്പടിയിൽ ഈ ഇസ്രായേൽ കുടുംബങ്ങളിലെ തലമുറകളെ രക്ഷിക്കുന്നത്, അവരെ കൊല്ലാതെ സംഹാരദൂതനിൽ നിന്ന് കാത്തുവെക്കുന്നത്. അപ്പോൾ അങ്ങനെ മനുഷ്യപാപത്തിന് പരിഹാരമായി, മനുഷ്യർ കൊല്ലപ്പെടാതിരിക്കാനായി കൊല്ലപ്പെടാൻ പോകുന്ന കുഞ്ഞാട് താനാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ് ഈ പെസഹ തിരുനാളിൽ തൻ്റെ മരണം ഒരുക്കി വെക്കുക വഴി ഈശോ ചെയ്തത്. ഇനി പെസഹായ്ക്ക് ഇനി 6 ദിവസങ്ങൾ കൂടിയേ ഉള്ളൂ. അപ്പോൾ ഈ 6 ദിവസങ്ങൾക്ക് മുമ്പ് ബഥാനിയയിലെ മാർത്തയുടെയും മറിയത്തിൻ്റെയും ലാസറിൻ്റെയും വീട്ടിലേക്ക് ഈശോ വന്നു. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, മാർത്തയുടെയും മറിയത്തിൻ്റെയും വീട്ടിൽ ഈശോ വന്നതായി 3 സന്ദർഭങ്ങളിലെ സൂചനകളാണ് ബൈബിളിലുള്ളത്. 1 ലൂക്ക 10-ലും, 2 യോഹന്നാൻ 11-ലും, 3 യോഹന്നാൻ 12-ലും. ബൈബിളിൽ എഴുതപ്പെട്ടിരിക്കുന്നത് 3 തവണയേ ഉള്ളൂ. പരോക്ഷമായ ചില സൂചനകളുണ്ട്. ഉദാഹരണത്തിന്, ഈശോ ഓശാന തിരുനാളിൻ്റെ തലേന്ന്, ഞായറാഴ്ചയുടെ തലേന്ന്, ശനിയാഴ്ച രാത്രി, ഞായറാഴ്ച ഓശാന തിരുനാളിൻ്റെ അന്ന് രാത്രി, അതുപോലെ തന്നെ വിശുദ്ധ വാരത്തിലെ തിങ്കളാഴ്ച രാത്രി, ചൊവ്വാഴ്ച രാത്രി, ബുധനാഴ്ച രാത്രി. നമുക്ക് നിശ്ചയമായിട്ട് ഉറപ്പിക്കാം ഈശോ അന്തിയുറങ്ങിയിട്ടുണ്ടാവുക ഈ വീട്ടിലാണ്. അതായത് ഈശോ തൻ്റെ മരണത്തിൻ്റെ ഒരുക്കങ്ങൾ നടത്തിയ വീടായിരുന്നു ഈ ബഥാനിയയിലെ ലാസറിൻ്റെ വീട്. ഈശോ തൻ്റെ മരണരംഗങ്ങളെ ഹൃദയത്തിൽ സ്വീകരിച്ച് തയ്യാറെടുത്ത സ്ഥലമായിരുന്നു ബഥാനിയയിലെ ഈ വീട്. കാരണം വിശുദ്ധ വാരത്തിലെ ഓരോ വായനകളും അവസാനിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, അവൻ ബഥാനിയയിലേക്ക് പോയി എന്നാണ് പറയുന്നത്. ബഥാനിയയിലേക്ക് പോയി എന്ന് പറയുമ്പോൾ നിശ്ചയമായിട്ട് നമുക്ക് കണക്ക് കൂട്ടാം, ഈശോയെ സ്വീകരിക്കുന്ന, ഈശോയെ സ്നേഹിക്കുന്ന, ചങ്കോട് ചേർത്ത് യേശുവിനെ ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു വീട് ഈ ബഥാനിയയിലെ വീടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈശോ അവിടെ പോയി. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഗത്സമൻ തോട്ടത്തിൽ ഈശോ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈശോയെ ആശ്വസിപ്പിക്കാൻ അയച്ച മാലാഖയെ സുവിശേഷകൻ വിളിച്ചത് ആശ്വാസത്തിൻ്റെ മാലാഖ എന്നാണ്. നിങ്ങൾ ഓർക്കണം, ആരെയാണ് ദൂതൻ ആശ്വസിപ്പിക്കുന്നത്? ദൈവപുത്രനായ, ദൈവം തന്നെയായ യേശുവിനെയാണ്. യേശുവിനെ ആശ്വസിപ്പിക്കുന്ന മാലാഖ. അതായത് അവിടെ ഉരുത്തിരിഞ്ഞു വരുന്ന ഒരാശയം ദൈവത്തെ ആശ്വസിപ്പിക്കുക. നമുക്ക് സാധാരണഗതിയിൽ ആവശ്യമുണ്ടെന്ന് തോന്നാത്ത ഒരു ചിന്തയാണിത്. ദൈവത്തിൽ നിന്ന് ആശ്വാസം സ്വീകരിക്കുക. ഇതാണ് മതത്തിനും മതത്തിൻ്റെ അനുയായികൾക്കും പരിചയമുള്ള ഒരു രീതി. മതവിശ്വാസികൾക്ക് പരിചയമുള്ള ഒരു രീതി ദൈവത്തിൽ നിന്ന് ആശ്വാസം സ്വീകരിക്കുക, ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ വാങ്ങുക. ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട്, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങളെല്ലാവരും എൻ്റെ അടുത്ത് വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അതായത് ദൈവത്തിൽ നിന്ന് ആശ്വാസം സ്വീകരിക്കുക എന്നതാണ് മതത്തിൻ്റെ രീതി. എന്നാൽ നിങ്ങളെപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ദൈവം നമ്മിൽ നിന്ന് ആശ്വാസം സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്? ഇതൊരിക്കലും മാനുഷികമായ ഒരു ചിന്തയിലല്ല നമ്മൾ കാണേണ്ടത്. അതായത് ബൈബിളിൽ ഇങ്ങനെയുള്ള ചില രംഗങ്ങൾ കാണാൻ കഴിയും. ദൈവത്തെ ആശ്വസിപ്പിക്കുന്ന മനുഷ്യർ. പൗലോസ്ലീഹ അതിനെക്കുറിച്ച് പറയും, സഭയാകുന്ന തൻ്റെ ശരീരത്തെ പ്രതി ക്രിസ്തു സഹിക്കേണ്ടി വന്ന പീഡകളുടെ കുറവ് എൻ്റെ ശരീരത്തിൽ ഞാൻ നികത്തുന്നു. ഒരു തരത്തിൽ പറഞ്ഞാൽ ദൈവത്തെ ആശ്വസിപ്പിക്കുകയാണ്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇതാണ്,
ഈ ബഥാനിയയിലെ വീട് ദൈവത്തെ, യേശുവിനെ ആശ്വസിപ്പിച്ച ഒരു വീടായിരുന്നു. അവിടെ ഉണ്ടായിരുന്നത് ആശ്വാസത്തിൻ്റെ മാലാഖമാരായിരുന്നു. മർത്ത പരിചരിച്ചു, ലാസർ അവൻ്റെ കൂടെയിരുന്നു, മറിയം അവൻ്റെ പാദത്തിൽ അഭിഷേകം ചെയ്തു. ഇത് ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന, ക്രിസ്തുവിൻ്റെ പിന്നാലെ യാത്ര ചെയ്യുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്ന ഒരു തലമാണ്. രണ്ടായി നമുക്ക് നമ്മുടെ ആത്മീയ ജീവിതത്തെ വേർതിരിച്ച് കാണാം. ഒന്ന്, ക്രിസ്തുവിൽ നിന്ന് ആശ്വാസം സ്വീകരിക്കുന്ന ഒരു കാലം. രണ്ട്, കുറെ കൂടി വളരുന്ന ഒരു ഘട്ടം, ക്രിസ്തുവിനെ ആശ്വസിപ്പിക്കുന്ന ഒരു കാലം. ആദ്യത്തെ കാലം ഭക്തരുടെ കാലമാണ്. ആദ്യത്തെ കാലം വാങ്ങുന്നവൻ്റെ കാലമാണ്. ആദ്യത്തെ കാലം ദൈവത്തിൽ നിന്ന് സ്വീകരിക്കുന്ന തലമാണ്. രണ്ടാമത്തെ കാലം ദൈവത്തിന് വേണ്ടി കൊടുക്കുന്ന തലമാണ്. രണ്ടാമത്തേത് ആരാധകൻ്റെ തലമാണ്. രണ്ടാമത്തേത് ദൈവത്തിന് വേണ്ടി ജീവിതം വ്യയം ചെയ്യുന്ന ഒരു തലമാണ്. അതായത് ഒരു ആത്മീയ വളർച്ച നമുക്കുണ്ടാകേണ്ടതുണ്ട്. ഈ സഹോദരിമാർ, ഈ സഹോദരൻ ഒക്കെ ഇവരുടെ ജീവിതത്തിൻ്റെ ആദ്യഘട്ടത്തിൽ അവർ ക്രിസ്തുവിൽ നിന്ന് പലതും സ്വീകരിച്ചു. എന്നാൽ രണ്ടാമതൊരു ഘട്ടം എത്തുമ്പോഴേക്കും അവരുടെ വേവലാതി മുഴുവൻ ക്രിസ്തുവിന് വേണ്ടി തങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നതാണ്. നിങ്ങളുടെ ആത്മീയ ജീവിതത്തെ വിലയിരുത്താൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ ഈ ക്രിസ്തു ജീവിത ചര്യയിലൂടെ, ക്രിസ്തു മാർഗത്തിലൂടെ ജീവിക്കാൻ ശ്രമിച്ചിട്ട് വർഷങ്ങളായി കഴിയുമ്പോൾ പിന്തിരിഞ്ഞു നോക്കി എന്തുമാത്രം നമ്മൾ വളർന്നു എന്ന് നിങ്ങൾ പരിശോധിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇത് നല്ല ഒരു അളവുകോലാണ്. അതായത് സ്വീകരിക്കുന്ന തലത്തിൽ നിന്ന് കൊടുക്കുന്ന തലത്തിലേക്ക് നമ്മൾ എന്തുമാത്രം വളർന്നിട്ടുണ്ട്. നിങ്ങളുടെ ദിവസത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ ഈ ഭാഗം ആരംഭിച്ചതേ ഉള്ളൂ. നമുക്ക് കുറേ ദൂരം ഈ ഭാഗത്തിൻ്റെ വിശദീകരണവുമായി മുന്നോട്ട് പോകാനുണ്ട്. വചനം പഠിക്കാൻ നിങ്ങൾ കാണിക്കുന്ന അതീവമായ ശ്രദ്ധയ്ക്ക് ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുന്നു. നമ്മുടെ വചന വായന പദ്ധതി നടക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. 365 ദിവസം കൊണ്ട് ബൈബിൾ വായിക്കുന്ന പ്രോഗ്രാമിൽ നിങ്ങൾ പങ്കെടുത്തിട്ടില്ലെങ്കിൽ, നിങ്ങൾ അതിനെക്കുറിച്ച് അറിഞ്ഞിട്ടില്ലെങ്കിൽ, നിങ്ങൾക്ക് വിവിധ ഓൺലൈൻ മാധ്യമങ്ങളിൽ അത് ലഭ്യമാണ്. യൂട്യൂബിലും സ്പോട്ടിഫൈയിലും ആപ്പിൾ പോഡ്കാസ്റ്റിലും അതുപോലെ തന്നെ BIY ഇന്ത്യ മലയാളം എന്ന വെബ്സൈറ്റിലുമെല്ലാം ആ വായനാ പദ്ധതിയിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ കഴിയും. അത് നിങ്ങൾ വായിക്കുക, പങ്കെടുക്കുക, അതിൽ പങ്കുചേരുക മാത്രമല്ല, അത് പ്രചരിപ്പിക്കുകയും ചെയ്ത് ദൈവവചന വ്യാപനത്തിൽ നിങ്ങൾ സുവിശേഷകരായി മാറണമെന്ന് കൂടി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. പരസ്പരം പ്രാർത്ഥനയിൽ ഓർക്കാം. വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും കർത്താവിൻ്റെ സ്നേഹം നിങ്ങളെ പൊതിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.